Good morning, students. How are you? Are you happy? I hope all of you are doing well. Okay. Do you remember what we studied in the previous class? ഓർമ്മിക്കുന്നുണ്ടോ കഴിഞ്ഞ ക്ലാസ് നമ്മൾ എന്തോ പഠിച്ചതെന്ന്? ഡു യു ബൈ ഹാർട്ട് ദ ക്വസ്റ്റ്യൻ ആൻസർ? നിങ്ങൾ കാണാതെ പഠിച്ചോ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ? ഐ വിൽ ആസ്ക് ദ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ദ സ്കൂൾ വിൽ റീഓപ്പൺ. സ്കൂൾ തുറന്നു വരുമ്പോൾ മിസ് ആ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ ചോദിക്കും. ടുഡേ വി ക്യാൻ സ്റ്റഡി പ്രോസസ്സിംഗ് ഡേറ്റ. ദ റിമൈനിങ് പോർഷനാണ് ദ പ്രോസസ്സിംഗ് ഡേറ്റ. ഫസ്റ്റ് ലെസൺ തന്നെ നെക്സ്റ്റ് പാർട്ടാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് പ്രോസസ്സിംഗ് ഡേറ്റ? ലുക്ക് യുവർ ടെക്സ്റ്റ് നോക്കണം. പ്രോസസ്സിംഗ് ഡേറ്റ. ഡു യു സീ? പ്രോസസ്സിംഗ് ഡേറ്റ. പെർഫോമിംഗ് കാൽക്കുലേഷൻസ് ഓർ കമ്പയറിംഗ് ഡേറ്റ ഈസ് കോൾഡ് പ്രോസസ്സിംഗ്. വാട്ട് ഡു യു മീൻ ബൈ പ്രോസസ്സിംഗ്? എന്താണ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതൊക്കെ നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ? എന്തൊക്കെയായിരുന്നു? ഇൻപുട്ട് ഡിവൈസ് നമ്മൾ പഠിച്ചു. മൗസിൻ്റെ ഓപ്പറേഷൻസ് ഒക്കെ ഓർക്കുന്നില്ലേ? ക്ലിക്ക്, ഡബിൾ ക്ലിക്ക്, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഒക്കെ പഠിച്ച് നമ്മൾ ഇൻപുട്ട് ഡിവൈസ് ഒക്കെ പഠിച്ചു അല്ലേ? മൗസിൻ്റെ ഓപ്പറേഷൻ പഠിച്ചു, ഇൻപുട്ട് ഡിവൈസ് കീബോർഡാണെന്നൊക്കെ പഠിച്ചു. പിന്നെ മൗസിൻ്റെ ഓപ്പറേഷൻസ് പഠിച്ചു അല്ലേ? ഇപ്പം നമ്മൾ ഇനി അടുത്തത് പഠിക്കാൻ പോകുന്നത് സി പി യുവിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ സി പി യുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം പ്രോസസ്സിംഗ് ഡേറ്റ. സി പി യു എങ്ങനെയാണ് ഡേറ്റ പ്രോസസ്സ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, പ്രോസസ്സിംഗ് ഡേറ്റ. Performing calculations or comparing data is called processing. What do you mean by processing? എന്താണ് പറഞ്ഞേക്കുന്നത്? പെർഫോമിങ് കാൽക്കുലേഷൻ ഒക്കെ ചെയ്യുന്നതിനും ആൻഡ് കമ്പയറിങ് ഡേറ്റയെ കമ്പയർ ചെയ്യുക, ഇങ്ങനെ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോസസ്സിംഗ്. പ്രോസസ്സിംഗ് റെഫേഴ്സ് ദ ആക്ഷൻ ടേക്കൺ ഓൺ ഡേറ്റ. ഇഫ് യു വാണ്ട് ടു ആഡ് നമ്പേഴ്സ്, സബ്ട്രാക്ഷൻ, ഡിവിഷൻ എക്സെട്ര നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ മാത്സിനകത്തിൽ. 2 നമ്പേഴ്സ് ആഡ് ചെയ്യും, സബ്ട്രാക്ട് ചെയ്യും, ഡിവൈഡ് ചെയ്യും അല്ലേ? അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യും. ഇങ്ങനെയുള്ള കാൽക്കുലേഷനൊക്കെ ചെയ്യുന്നതിനും ആൻഡ് കമ്പയറിങ് ഡേറ്റ. ഗ്രേറ്റർ ആണോ ലെസ് ആണോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഗ്രേറ്റർ ദാനും ലെസ് ദാനും. 2 നമ്പറിനെ കമ്പയർ നോക്കുക, ഏതാണ് വലുത് ഏതാണ് ചെറുത് അല്ലേ? പഠിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? പ്രോസസ്സിംഗ് എന്ന് പറയും. പ്രോസസ്സിംഗ് ഡേറ്റ. ഓക്കെ. The computer will process and the data and display on its result. കമ്പ്യൂട്ടർ നമ്മൾ കൊടുക്കുന്ന ഡേറ്റയൊക്കെ പ്രോസസ്സ് ചെയ്ത് മോണിറ്റർ വഴി നമുക്ക് എന്ത് തരും? റിസൾട്ട് ലഭിക്കും. ഫസ്റ്റ് സി പി യു. ഈ പ്രോസസ്സിംഗ് ഒക്കെ നടക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസാണ് എന്ത്? സി പി യു. സി പി യു ഓർ ക്യാബിനറ്റ് എന്ന് പറയും. ക്യാബിനറ്റ് ഓൾസോ കോൾഡ് സി പി യു ബോക്സ്. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഈസ് ദി മെയിൻ പാർട്ട് ഓഫ് ദ കമ്പ്യൂട്ടർ. ഇറ്റ് ഈസ് ദി ബ്രെയിൻ ഓഫ് ദി കമ്പ്യൂട്ടർ അല്ലേ? സി പി യു ഒരു ബോക്സ് കണ്ടിട്ടുണ്ടല്ലോ. നമ്മൾ സ്വിച്ച് ഓൺ ഒക്കെ ചെയ്യുന്നത് സി പി യു അല്ല. കമ്പ്യൂട്ടർ ഓൺ ആക്കാൻ വേണ്ടി നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുകയും അതുപോലെ അതിന് പിന്നെ പാട്ട് കേൾക്കാൻ വേണ്ടിയുള്ള സി ഡി ഇടാനും ഇതിനൊക്കെ നമ്മൾ സി പി യുവിനകത്തിൽ ഡ്രൈവുകളൊക്കെ ഉണ്ട്. ആ സി പി യുവിലാണ് ഈ പ്രോസസ്സിങ്ങും നടക്കുന്നത്. ഓക്കെ. സി പി യു ഈസ് ഓൾസോ കോൾഡ് ക്യാബിനറ്റ്. സി പി യുവിനെ വിളിക്കുന്ന വേറൊരു പേരാണ് എന്ത്? ക്യാബിനറ്റ് എന്ന് പറയും. സി പി യു സ്റ്റാൻഡ്സ് ഫോർ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. സി പി യുവിൻ്റെ ഫുൾ നെയിം എന്താണ്? സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ഇറ്റ് കൺട്രോൾ ഓൾ ദ ഫങ്ഷൻസ് ഓഫ് കമ്പ്യൂട്ടർ. ഈ സി പി യു ആണ് എന്ത് ചെയ്യുന്നത്? കമ്പ്യൂട്ടറിൻ്റെ എല്ലാ ഫങ്ഷനും കൺട്രോൾ ചെയ്യുന്നത്. കമ്പ്യൂട്ടറിൻ്റെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന ആളാരാണ്? സി പി യു. സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ബ്രെയിൻ ഓഫ് ദി കമ്പ്യൂട്ടർ. എല്ലാം കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് സി പി യുവിനെ വേറൊരു പേരൂടെ വിളിക്കും. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ബ്രെയിൻ ഓഫ് ദി കമ്പ്യൂട്ടർ. അപ്പോൾ സി പി യു ഈസ് ഓൾസോ കോൾഡ് വാട്ട്? ബ്രെയിൻ ഓഫ് ദി കമ്പ്യൂട്ടർ. സി പി യുവിന് പറയുന്ന വേറൊരു പേരാണ്, അല്ലെങ്കിൽ വേറെ അറിയപ്പെടുന്നത് അങ്ങനെയാണ്, ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്ന് അറിയപ്പെടും. വാട്ട് ഈസ് ദ ഫുൾ നെയിം ഓഫ് സി പി യു? സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്നറിയപ്പെടും. ആൻഡ് ക്യാബിനറ്റ് എന്നും അറിയപ്പെടും. സി പി യുവിനെ വിളിക്കുന്ന പേരാണ് ക്യാബിനറ്റ്. ഇറ്റ് ഈസ് ദി മെയിൻ പാർട്ട് ഓഫ് എ കമ്പ്യൂട്ടർ. ഇറ്റ് ഈസ് ദി ബ്രെയിൻ ഓഫ് ദി കമ്പ്യൂട്ടർ. സി പി യു എന്താണ്? കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിൻ എന്ന് അറിയപ്പെടും. ദി സി പി യു കൺസിസ്റ്റ് ഓഫ് 3 പാർട്സ്. ഈ സി പി യുവിന് 3 പാർട്സ് ഉണ്ട്. വിച്ച് ആർ ദേ? സി പി യുവിൻ്റെ 3 പാർട്സ് ഏതൊക്കെയാണെന്ന് അറിയാവോ? അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്
ഫസ്റ്റ് പാർട്ട് അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് ഓർ ALU. അതിൻ്റെ ഷോർട്ട് ഫോം ആണെന്ത്? ALU, അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്, ALU. ALU. Then CU, അടുത്തത് CU and register. CPU consists of 3 parts. CPU-ന് 3 parts ഉണ്ട്. Which are they? Arithmetic and logic unit or ALU, control unit and register. These are the 3 parts of CPU. Then first we have studied arithmetic and logic unit. ആദ്യം നമുക്ക് എന്ത് പഠിക്കാം? ALU. ALU does all arithmetic calculations and logical comparisons. That ALU does the all calculations and logical comparisons. അതായത് എന്തൊക്കെയാണ്? അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇങ്ങനെയുള്ള കാൽക്കുലേഷനും അതുപോലെ കമ്പാരിസൺ. കമ്പാരിസൺ എന്ന് വെച്ചാൽ കമ്പയർ ചെയ്യുക. മിസ് പറഞ്ഞല്ലോ, ലാർജ് ആണോ ലെസ് ആണോ നോക്കുക, ഗ്രേറ്റർ ആണോ ലെസ് ആണോ നോക്കുക, ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ, അങ്ങനെ രണ്ട് നമ്പറിനെ കമ്പയർ ചെയ്യാനും ഒക്കെ ആരെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ALUവിനെ. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കമ്പ്യൂട്ടറിലെ CPU-ലെ ALU ആണ് ചെയ്യുന്നത്. കമ്പ്യൂട്ടറിൻ്റെ ALU ആണ് ഈ വർക്കുകളൊക്കെ ചെയ്തു കൊടുക്കുന്ന ആരാണ്? CPU-നുള്ളിലെ ALU, അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. എന്തൊക്കെ ചെയ്യും? ഇറ്റ് ഡൺ അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഓൾസോ logical operations and also do logical operations ഒക്കെ ചെയ്യാൻ സാധിക്കും. ഓക്കെ. ദെൻ നെക്സ്റ്റ് കൺട്രോൾ യൂണിറ്റ്. സെക്കൻഡ് പാർട്ട് എന്താണ്? കൺട്രോൾ യൂണിറ്റ്. ദ കൺട്രോൾ യൂണിറ്റ് കൺട്രോൾ ദ മൂവ്മെന്റ് ഓഫ് ഇൻഫർമേഷൻ ബിറ്റ്വീൻ ദ രജിസ്റ്റർ ആൻഡ് കമ്പ്യൂട്ടർ. രജിസ്റ്റർ ആൻഡ് ALU. രജിസ്റ്ററും ALUവും തമ്മിലുള്ള ഇടയിൽ നിൽക്കുന്ന ആളാണ് ആര്? കൺട്രോൾ യൂണിറ്റ്. കൺട്രോൾ യൂണിറ്റ് കൺട്രോൾ ദ കമ്പ്യൂട്ടറിനെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുന്ന യൂണിറ്റാണ്. പിന്നെ ആരുടെ ഇടയിൽ നിൽക്കുന്ന പറഞ്ഞേ? ALUവിൻ്റെയും രജിസ്റ്ററിൻ്റെയും ഇടയിൽ നിന്ന് നിൽക്കുന്ന ആളാരാണ്? കൺട്രോൾ യൂണിറ്റ്. ഷോർട്ട് ഫോം എന്താണ്? CU. കൺട്രോൾ യൂണിറ്റിൻ്റെ ഷോർട്ട് ഫോം ആണെന്ത്? CU. ദിസ് ഈസ് സിമിലർ ഹൗ ദ ട്രാഫിക് പോലീസ്മാൻ കൺട്രോൾ ദ മൂവ്മെൻറ്റ് ഓഫ് കാർ, ബസ്സസ്. ട്രാഫിക് പോലീസിനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ട്രാഫിക് പോലീസിൽ നിന്ന് വണ്ടിയൊക്കെ നമ്മൾ സിഗ്നൽ അനുസരിച്ച് വിടത്തില്ലേ? അങ്ങനെ വിടുന്നത് പോലെ കൺട്രോൾ യൂണിറ്റ് ആണ് ഓരോന്നും ALUവിനെയും രജിസ്റ്ററിനെയും അതുപോലെ കമ്പ്യൂട്ടറിൻ്റെ എല്ലാ ഡിവൈസസിനെയൊക്കെ കൺട്രോൾ ചെയ്ത് നിർത്തുന്ന ആളാരാണ്? കൺട്രോൾ യൂണിറ്റ്. ഓക്കെ. ഡു യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഡു യു മീൻ ബൈ ALU? ALU, arithmetic and logic unit. All calculations are performed in ALU. എല്ലാ കാൽക്കുലേഷനും പെർഫോം ചെയ്യുന്ന ആരാണ്? ALU. Arithmetic calculation like addition, subtraction, division and multiplication and also compare the numbers. നമ്പറിനെ എന്ത് ചെയ്യും? കമ്പയർ ചെയ്യാനും ALUവിനെ യൂസ് ചെയ്യും. സെക്കൻഡ് പാർട്ട് എന്താണെന്ന് പറഞ്ഞ്? കൺട്രോൾ യൂണിറ്റ് ഓർ CU. കൺട്രോൾ യൂണിറ്റ് അല്ലെങ്കിൽ CU. ഇറ്റ് കൺട്രോൾ ദ കമ്പ്യൂട്ടറിനെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യും. ആൻഡ് ഇൻ ബിറ്റ്വീൻ ദ രജിസ്റ്റർ ആൻഡ് ALUവിൻ്റെ രജിസ്റ്ററിൻ്റെ ഇടയിൽ നിന്ന് കൺട്രോൾ ചെയ്യുന്ന ആളാരാണ്? കൺട്രോൾ യൂണിറ്റ്. ദെൻ നെക്സ്റ്റ് ഈസ് രജിസ്റ്റർ. അടുത്തെന്താണ്? രജിസ്റ്റർ. രജിസ്റ്റർ ഈസ് എ സ്മോൾ മെമ്മറി യൂണിറ്റ് ഓഫ് ദ CPU. രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പ്യൂട്ടറിൻ്റെ ഒരു മെമ്മറി യൂണിറ്റ് ആണ്. CPUവിൻ്റെ ഒരു ചെറിയ മെമ്മറി യൂണിറ്റ് ആണെന്ത്? മെമ്മറി എന്ന് പറയുന്നതാണ് എന്ത്? രജിസ്റ്റർ. ദിസ് ഈസ് വെയർ ഓൾ ദ ഡേറ്റ ദാറ്റ് വിൽ പ്രോസസ്ഡ് ഈസ് സ്റ്റോർഡ്. കമ്പ്യൂട്ടറിനെ പ്രോസസ്സ് ചെയ്യാനുള്ള ഡേറ്റ മുഴുവനും സ്റ്റോർ ചെയ്ത് വെക്കുന്ന എവിടെയാണെന്നറിയാവോ? ഈ രജിസ്റ്ററിലാണ്. മെമ്മറി അല്ലെങ്കിൽ രജിസ്റ്റർ. ദ രജിസ്റ്റർ ഹെൽപ്സ് ALU ആക്സസ് ദ ഡേറ്റ ഈസിലി ഫോർ കാൽക്കുലേഷൻ. ഈ രജിസ്റ്ററാണ് ALUവിനെയൊക്കെ ഈസി ആയിട്ട് കാൽക്കുലേഷനൊക്കെ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? രജിസ്റ്ററാണ്. ആൻഡ് ഹെൽപ്സ് കൺട്രോൾ ദ ക്വിക്ക്ലി പാസിംഗ് ഡേറ്റ പാർട്സ് ഓഫ് എ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ ഓരോ പാർട്സിനും ഈ ഡേറ്റ എത്തിച്ചു കൊടുക്കുകയും ചെയ്യും ആര്? രജിസ്റ്റർ. ഓക്കെ. ഡു യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ആർ ദ 3 പാർട്സ് ഓഫ് CPU? ALU. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ALU? Arithmetic and logic unit. Next part, control unit or CU. Then other is register. Register is a memory unit of computer.
ദെൻ നെക്സ്റ്റ് ഈസ് ഔട്ട്പുട്ട് ഡിവൈസ്. ഇപ്പോൾ ഇൻപുട്ട് ഡിവൈസ് നമ്മൾ പഠിച്ചു, പ്രോസസ്സിങ് പഠിച്ചു. ഇൻപുട്ട് ഡിവൈസ് ആയിട്ട് നമ്മൾ കീബോർഡ്, മൗസ് അല്ലേ. കീബോർഡ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുമെന്ന് പഠിച്ചു, ടൈപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. ആൻഡ് മൗസ് ഈസ് യൂസ്ഡ് ടു സെലക്ട് ആൻ ഐറ്റം ഓൺ ദ ഡെസ്ക്ടോപ്പ് ആൻഡ് ഡ്രോ പിക്ചേഴ്സ് എക്സെട്ര. 4 ഓപ്പറേഷൻസ് ഓഫ് മൗസ് നമ്മൾ പഠിച്ചു. ദെൻ നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് എന്താണ്, പ്രോസസ്സിംഗ് ആണ്. പ്രോസസ്സിംഗ് തന്നെ പ്രോസസ്സിംഗ് ഡൺ ബൈ സി പി യു. സി പി യുലാണ് പ്രോസസ്സിംഗ് നടക്കുന്നത്. ദർ ആർ 3 പാർട്സ്. സി പി യു കൺസിസ്റ്റ് ഓഫ് 3 പാർട്സ് വിച്ച് ആർ ദ അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ്, രജിസ്റ്റർ ആൻഡ് കൺട്രോൾ യൂണിറ്റ്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഔട്ട്പുട്ട് ഡിവൈസസ്. അടുത്ത ടോപ്പിക്ക് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്, ഔട്ട്പുട്ട് ഡിവൈസസ്. ദ റിസൾട്ട് ഗിവൺ ബൈ ദ കമ്പ്യൂട്ടർ ആഫ്റ്റർ പ്രോസസ്സിംഗ് ഡേറ്റ ഈസ് കോൾഡ് ഔട്ട്പുട്ട്. എന്താണ് അതിൻ്റെ മീനിങ്? റിസൾട്ട് പ്രോസസ്സ് ചെയ്ത ഡേറ്റയുടെ, നമ്മൾ പ്രോസസ്സ് ചെയ്യും സി പി യുയിലാണ് കാൽക്കുലേഷനൊക്കെ നടക്കുന്നതൊക്കെ പറഞ്ഞല്ലേ. ഈ പ്രോസസ്സ് ചെയ്ത ഡേറ്റയുടെ റിസൾട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതിനാണ് എന്ത് പറയുന്നത്, ഔട്ട്പുട്ട്. നമ്മൾ ഔട്ട്പുട്ട് ഡിവൈസസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ആരെയൊക്കെയാണെന്നറിയാവോ? മോണിറ്റർ, പ്രിൻ്റർ ആൻഡ് സ്പീക്കർ. 3 ഔട്ട്പുട്ട് ഡിവൈസസ് ആർ അവൈലബിൾ. ഏതൊക്കെയാണ്? വിച്ച് ആർ ദേ? മോണിറ്റർ, പ്രിൻ്റർ ആൻഡ് സ്പീക്കർ. പാട്ട് കേൾക്കാൻ വേണ്ടി. അപ്പോൾ പ്രോസസ്സ് ചെയ്ത് നമുക്ക് റിസൾട്ട് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ റിസൾട്ട് കിട്ടുന്നതിനാണ് എന്ത് പറയുന്നത്, ഔട്ട്പുട്ട്. കമ്പ്യൂട്ടർ നമുക്ക് ഇങ്ങോട്ട് തരികയാണ്. ഇപ്പം മോണിറ്ററിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഡേറ്റ ഒക്കെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും മോണിറ്ററിൽ. പ്രിൻ്ററിൽ നമ്മളൊരു പേപ്പർ വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് പ്രിൻ്റ് ഔട്ടൊക്കെ കിട്ടും. സ്പീക്കറിലൂടെ നമുക്ക് എന്ത് കേൾക്കാം, പാട്ടൊക്കെ കേൾക്കാം. അപ്പോൾ കമ്പ്യൂട്ടർ നമുക്ക് ഇങ്ങോട്ട് തരുന്ന, യൂസറിന് ഇങ്ങോട്ട് തരുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഔട്ട്പുട്ട് എന്ന് പറയും. ഔട്ട്പുട്ട് ഡിവൈസസ് 3 ഉണ്ട്. ഏതൊക്കെയാണ്? മോണിറ്റർ, പ്രിൻ്റർ ആൻഡ് സ്പീക്കർ. ഓക്കെ, ഫസ്റ്റ് വി ഹാവ് സ്റ്റഡീഡ് മോണിറ്റർ. ആദ്യം നമുക്ക് എന്തിനെക്കുറിച്ച് പഠിക്കാം? മോണിറ്റർ. മോണിറ്റർ ഈസ് ഓൾസോ നോൺ ആസ് VDU. മോണിറ്റർ എന്ന് പറയുന്ന വേറൊരു പേരാണെന്ത്? VDU, വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് VDU? വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. It displays result of the performed by the computer. Result of the task performed by the computer. It display. Monitor എന്ത് ചെയ്യും? It display the result of the task performed by a computer. നമ്മൾ കണ്ടുപിടിക്കുന്ന ആൻസറൊക്കെ നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടിയാണ് ആരെ യൂസ് ചെയ്യുന്നത്? മോണിറ്ററിനെ യൂസ് ചെയ്യുന്നത്. യു ക്യാൻ ഓൾസോ വാച്ച് മൂവീസ് ആൻഡ് കാർട്ടൂൺസ്, ഫിലിംസ് ഓൺ മോണിറ്റർ. നമുക്കതുപോലെ കാർട്ടൂൺ കാണാം, പിന്നെ ഫിലിംസ് കാണാം, മൂവീസൊക്കെ കാണാൻ എന്തിനെ യൂസ് ചെയ്യുന്നുണ്ട്? മോണിറ്ററിനെ യൂസ് ചെയ്യും. ദ ഔട്ട്പുട്ട് യൂസ് സീൻ ഓൺ ദ മോണിറ്റർ ഈസ് കോൾഡ് സോഫ്റ്റ് കോപ്പി. നമുക്ക് മോണിറ്ററിൽ ഇപ്പോഴും മൂവീസൊക്കെ കാണാമെന്ന് പറഞ്ഞ് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണാമെന്ന് പറയുന്നത്, ഇങ്ങനെ കാണുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? സോഫ്റ്റ് കോപ്പി. അപ്പോൾ ഹാർഡ് കോപ്പി, സോഫ്റ്റ് കോപ്പി നമ്മൾ പഠിക്കും. അപ്പോൾ മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്ത് വരുന്ന ഡേറ്റയോ അല്ലെങ്കിൽ കാർട്ടൂണോ ഫിലിംസോ മൂവീസോ എന്ത് കാര്യങ്ങളും മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്ത് വരുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? സോഫ്റ്റ് കോപ്പി. അപ്പോൾ വാട്ട് ഡു യു മീൻ ബൈ സോഫ്റ്റ് കോപ്പി? ദ ഔട്ട്പുട്ട് സീൻ ഓൺ ദ മോണിറ്റർ ഈസ് കോൾഡ്. മോണിറ്ററിൽ കാണുന്ന ഔട്ട്പുട്ടിന് വിളിക്കുന്ന പേരാണെന്ത്? സോഫ്റ്റ് കോപ്പി. ദെൻ പ്രിൻ്റർ. നെക്സ്റ്റ് ഔട്ട്പുട്ട് ഡിവൈസ് ഈസ് പ്രിൻ്റർ. അടുത്ത ഔട്ട്പുട്ട് ഡിവൈസ് എന്താണ്? പ്രിൻ്റർ. പ്രിൻ്റർ ഈസ് യൂസ്ഡ് ടു പ്രിൻ്റ് ദ ഔട്ട്പുട്ട് ദാറ്റ് ഓൺ ദ മോണിറ്റർ. പ്രിൻ്റർ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? പ്രിൻ്റ് ഔട്ട് എടുക്കാൻ വേണ്ടി. ടേക്ക് പ്രിൻ്റ് ഔട്ട് ഓൺ പേപ്പർ. പ്രിൻ്റർ ഈസ് യൂസ്ഡ് ടു ടേക്ക് പ്രിൻ്റ് ഔട്ട് ഓൺ പേപ്പർ. പേപ്പർ വെച്ച് നമുക്ക് പേപ്പറല്ല പ്രിൻ്റ് ഔട്ട് എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ്, ഔട്ട്പുട്ട് ഡിവൈസാണ് എന്ത്? പ്രിൻ്റർ. ദിസ് പ്രിൻ്റ് ഔട്ട് ഈസ് കോൾഡ് ഹാർഡ് കോപ്പി. പേപ്പർ വെച്ച് കൊടുത്ത് നമുക്ക് പേപ്പറായി പ്രിൻ്റ് ഔട്ട് കിട്ടും. ആ പ്രിൻ്റ് ഔട്ടിനെ വിളിക്കുന്ന പേരാണെന്ത്? ഹാർഡ് കോപ്പി. അപ്പോൾ സോഫ്റ്റ് കോപ്പി നമ്മൾ പഠിച്ചു, ഹാർഡ് കോപ്പി പഠിച്ചു. അപ്പോൾ മോണിറ്ററിൻ്റെ പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്, പ്രിൻ്ററിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. പ്രിൻ്റർ തന്നെ 2 പ്രിൻ്റർ എല്ലാം കൂടെ ഉള്ളതുണ്ട്. പ്രിൻ്റർ 3 ടൈപ്സ് പ്രിൻ്ററുണ്ട്. പ്രിൻ്റർ കൂടുതലായിട്ട് നമുക്ക് പഠിക്കേണ്ട പ്രിൻ്റർ എന്താണ്, ഔട്ട്പുട്ട് ഡിവൈസ് ആണെന്നും പ്രിൻ്റർ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? ടു ടേക്ക് പ്രിൻ്റ് ഔട്ട്. പ്രിൻ്റ് ഔട്ട് എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഔട്ട്പുട്ട് ഡിവൈസാണ് പ്രിൻ്റർ. പ്രിൻ്ററിൽ വരുന്ന കോപ്പിയെ വിളിക്കുന്ന പേരാണെന്ത്? ഹാർഡ് കോപ്പി. മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്ത് വരുന്ന കോപ്പിക്ക് പറയുന്ന പേരാണെന്ത്? സോഫ്റ്റ് കോപ്പി. സോഫ്റ്റ് കോപ്പിയും ഹാർഡ് കോപ്പിയും നമ്മൾ പഠിക്കണം. ദ ഡേറ്റ ഡിസ്പ്ലേ ഓൺ ദ മോണിറ്റർ ഈസ് കോൾഡ് സോഫ്റ്റ് കോപ്പി. മോണിറ്റർ ഡിസ്പ്ലേ ചെയ്യുന്ന ഡേറ്റയെ വിളിക്കുന്ന പേരാണെന്ത്? സോഫ്റ്റ് കോപ്പി. വാട്ട് ഈസ് ഹാർഡ് കോപ്പി? ദ പ്രിൻ്റ് ഔട്ട് ഈസ് കോൾഡ് ദ ഡേറ്റ ഡിസ്പ്ലേഡ് ഓൺ ദ പ്രിൻ്റർ. ഇവിടെ പ്രിൻ്റർ ഡിസ്പ്ലേ ചെയ്ത് വരുന്ന ഡേറ്റയെ വിളിക്കുന്ന അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ടിനെ വിളിക്കുന്ന പേരാണെന്ത്? ഹാർഡ് കോപ്പി. ഓക്കെ, ദെൻ
നെക്സ്റ്റ് ഈ സ്പീക്കർ അറിയാമല്ലോ. സ്പീക്കർ എന്തിനാണ്? വാട്ട് ഈസ് ദി യൂസ് ഓഫ് സ്പീക്കർ? സ്പീക്കർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? സ്പീക്കർ ഈസ് ലിസൺ ടു മ്യൂസിക് ആൻഡ് അതർ സൗണ്ട്സ് ഓൺ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൽ നിന്ന് വരുന്ന മ്യൂസിക്കുകളൊക്കെ നമുക്ക് കേൾക്കാൻ വേണ്ടി അല്ലേ, അല്ലെങ്കിൽ പാട്ടുകളൊക്കെ കേൾക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് എന്ത്? സ്പീക്കർ. സ്പീക്കർ ഈസ് യൂസ് ടു ലിസൺ മ്യൂസിക് ലിസൺ ചെയ്യാനും പിന്നെ മ്യൂസിക് ലിസൺ ചെയ്യാനും പിന്നെ വേറെ എന്താണ്? സൗണ്ട്സ് ഒക്കെ കേൾക്കാൻ വേണ്ടി എന്ത് യൂസ് ചെയ്യുന്നു? സ്പീക്കറിനെ യൂസ് ചെയ്യുന്നു. ഓക്കെ, ഡു യു അണ്ടർസ്റ്റാൻഡ്? ദറ്റ് വി ക്യാൻ റിവൈസ് വാട്ട് ഓൾ വി ഹാവ് സ്റ്റഡി ടുഡേ. നമുക്ക് ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ നോക്കാം. എന്തൊക്കെയായിരുന്നു ഫസ്റ്റിലെ പഠിച്ചത്? പ്രോസസ്സിംഗ് ഡേറ്റ. ഫസ്റ്റിലെ പഠിച്ചത് എന്താണ്? പ്രോസസ്സിംഗ് ഡേറ്റ. വാട്ട് യു മീൻ ബൈ പ്രോസസ്സിംഗ്? പെർഫോമിംഗ് കാൽക്കുലേഷൻ ആൻഡ് കമ്പയറിംഗ് ഡേറ്റ. എന്തൊക്കെയാണ്? പെർഫോമിംഗ് കാൽക്കുലേഷൻ ആൻഡ് കമ്പയറിംഗ് ഡേറ്റ ഈസ് കോൾഡ് പ്രോസസ്സിംഗ് അല്ലേ. ദെൻ പ്രോസസ്സിംഗ് ഈസ് ഡൺ ബൈ CPU. പ്രോസസ്സിംഗ് എവിടെയാണ് നടക്കുന്നത്? CPU-ൽ. ദ CPU കൺസിസ്റ്റ് ഓഫ് 3 പാർട്സ്. വിച്ച് ആർ ദേ? CPU-ലെ 3 പാർട്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ഓർ ALU. ഇറ്റ് ഡൺ ബൈ കാൽക്കുലേഷൻസ്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, സബ്ട്രാക്ഷൻ, അഡീഷൻ, ആൻഡ് ഓൾസോ കമ്പയർ ലോജിക് ഓപ്പറേഷൻസ് greater than or less than. Then next register. Register എന്താണെന്ന് പറഞ്ഞത്? ഇറ്റ് ഈസ് എ സ്മോൾ മെമ്മറി യൂണിറ്റ്. CPU-ൻ്റെ ഒരു സ്മോൾ മെമ്മറി യൂണിറ്റ് ആണ് എന്ത്? രജിസ്റ്റർ. ആൻഡ് ഓൾ ഡേറ്റ വിൽ പ്രോസസ്ഡ് ഈസ് സ്റ്റോർഡ്. പ്രോസസ്സ് ചെയ്യുകയും സ്റ്റോർ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആരാണ്? ഡിജിറ്ററിലാണ്. ദെൻ നെക്സ്റ്റ് ഈസ് കൺട്രോൾ യൂണിറ്റ്. കൺട്രോൾ യൂണിറ്റ് കൺട്രോൾ ദ കമ്പ്യൂട്ടർ. കൺട്രോൾ യൂണിറ്റ് കൺട്രോൾ ചെയ്യും, കമ്പ്യൂട്ടറിനെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യും. അതുപോലെ ഇൻ ബിറ്റ്വീൻ രജിസ്റ്റർ ആൻഡ് ALU. ALU-ൻ്റെ രജിസ്റ്ററിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആളാരാണ്? കൺട്രോൾ യൂണിറ്റ്. ദിസ് ആർ ദ 3 parts of CPU. Then next we can study the output devices. There are 3 output devices are available. First is monitor, second printer, and third speaker. The first monitor is used to display the data on the display the data. Data ഒക്കെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയാണ് ആരെ യൂസ് ചെയ്യുന്നത്? മോണിറ്റർ. ദ ഡേറ്റ ഡിസ്പ്ലേഡ് ഓൺ ദ മോണിറ്റർ ഈസ് കോൾഡ് സോഫ്റ്റ് കോപ്പി. മോണിറ്റർ ഡേറ്റ ഡിസ്പ്ലേ ചെയ്യുന്നതിന് പറയുന്ന പേരാണെന്ത്? സോഫ്റ്റ് കോപ്പി. ദെൻ നെക്സ്റ്റ് പ്രിൻ്റർ. വാട്ട് ഈസ് ദ യൂസ് ഓഫ് പ്രിൻ്റർ? പ്രിൻ്റർ ഈസ് യൂസ്ഡ് ടു ടേക്ക് പ്രിൻ്റ് ഔട്ട്. പ്രിൻ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? പ്രിൻ്റ് ഔട്ട് എടുക്കാൻ വേണ്ടി. The data displayed on the printer is called hard copy. എന്താണ്? പ്രിൻ്ററിൽ വരുന്ന ഡേറ്റയെ വിളിക്കുന്ന പേരാണെന്ത്? ഹാർഡ് കോപ്പി. Then next is speaker. Speaker is used to listen music or sound. സ്പീക്കർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? മ്യൂസിക് കേൾക്കാനും സൗണ്ട് കേൾക്കാനും ഒക്കെ നമ്മൾ സ്പീക്കറിനെ യൂസ് ചെയ്യും. ഓക്കെ, ഡു യു റൈറ്റ് ദ പ്രീവിയസ് നോട്ട്സ്? പ്രീവിയസ് നോട്ട്സ് ഒക്കെ നിങ്ങൾ എഴുതിയല്ലോ. I will give you the question answer in the group. You want to write it in your IT notebook neatly. If you have any doubt, call me my personal number. Okay, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മിസ്സിനെ വിളിക്കുക. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ബൈ ഹേർട്ട് ആകണം കേട്ടല്ലോ. അപ്പോൾ തരുന്ന ഈ രണ്ട് ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ വെച്ചേ മിസ് തരുന്നുള്ളൂ. ആ ക്വസ്റ്റ്യൻ ആൻസർ IT-യുടെ ദിവസം തന്നെ കാണാതെ പഠിച്ചിരിക്കണം. ക്വസ്റ്റ്യൻ ആൻസർ മിസ് സ്കൂൾ തുറന്ന് വരുമ്പോൾ ചോദിക്കും. അപ്പോൾ നിങ്ങൾ പറയാൻ റെഡി ആയിരിക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മിസ്സിൻ്റെ പേഴ്സണൽ നമ്പറിലോട്ട് വിളിക്കുക. ഓക്കെ, താങ്ക് യു.